കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ വാഗമണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വാഗമണ്ണിൽ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ ടീ ലേക്ക് ബോട്ടിങ്ങിൽ തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞങ്ങളിവിടെ എത്തി. എൻട്രി ആൻഡ് പാർക്കിംഗ് ഫീ 30 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് ചാർജ് 7 പേർക്ക് 350 രൂപയാണ്. പിന്നെ ബോട്ട് തുഴയാൻ ആൾ വേണമെങ്കിൽ അവർക്കൊരു 50 രൂപയും കൊടുക്കണം. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ 7 പേരും പിന്നെ മകനും കൂടി ചേർന്നിട്ട് ഒരു ബോട്ടിൽ കയറി റൗണ്ട് അടിക്കാൻ തുടങ്ങി. തുഴയാൻ ആൾ വേണ്ടെങ്കിൽ നമുക്ക് തന്നെ തുഴയാൻ കേട്ടോ. പക്ഷേ അധികം തുഴഞ്ഞ് ശീലമില്ലാത്തവരാണെങ്കിൽ തടാകത്തിൽ കിടന്ന് ബോട്ട് വട്ടം കറങ്ങും. അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ എളുപ്പമാണ് എന്ന് കണ്ടാൽ തോന്നും, എങ്കിലും നമ്മൾ ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ പാട്. തുഴയുന്ന വള്ളം മാത്രമല്ല കേട്ടോ, പെഡൽ ബോട്ടും ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ലൈഫ് ജാക്കറ്റ് എല്ലാവരും ധരിച്ചിരിക്കണം, അതിവിടെ നിർബന്ധമാണ്. രാവിലെ ആയതിനാൽ വലിയ തിരക്കായിട്ടില്ല. ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേ ആയതിനാൽ നല്ല തിരക്കാണ് വാഗമണ്ണിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളിവിടെ കുറേ നേരം ട്രാഫിക്കിൽ പെട്ട് കിടന്നതിന് ശേഷമാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് എത്തിച്ചേരാം എന്നതാണ് വാഗമണ്ണിൻ്റെ മെയിൻ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കോട്ടയം ഇടുക്കി ബോർഡറിൽ പീരുമേട് താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1200ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഒരു വൻ നിര തന്നെ ഇവിടെ കാണാം. വർഷം മുഴുവൻ അത്യാവശ്യം നല്ല ക്ലൈമറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു 20 മിനിറ്റോളം ബോട്ടിൽ തടാകത്തിൽ കറങ്ങിയിട്ട് വാഗമണ്ണിലെ ഏറ്റവും ഫേമസ് ആയ ഫോട്ടോഗ്രാഫി സ്പോട്ടിലേക്ക് പോകുകയാണ്. വാഗമണ്ണിൻ്റെ ഒരു സിമ്പിൾ ആയി തന്നെ മാറിയിരിക്കുകയാണ് ഈ പാലവും അതിനപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടവും. എത്ര സിനിമയിലാണ് ഈ സ്ഥലം വന്നിട്ടുണ്ടെന്ന് എണ്ണി തീർക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ വാഗമൺ വരുന്നുവെങ്കിൽ ഇവിടുത്തെ ടീ ലേക്ക് ബോട്ടിങ്ങും അതുപോലെ തന്നെ ഈ സ്ഥലവും സന്ദർശിക്കാൻ മറക്കണ്ട. ബോട്ടിംഗ് അല്ലാതെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഒറ്റ ദിവസം കൊണ്ട് വാഗമൺ മുഴുവൻ കറങ്ങി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടീ ലേക്ക് ബോട്ടിംഗ് കഴിഞ്ഞു. അവിടെ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള പൈൻ വാലി ഫോറസ്റ്റിൽ എത്തിച്ചേർന്നു. നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് കാർ പാർക്കിംഗ് ചെയ്യാൻ വലിയ ടൈമൊന്നും എടുത്തില്ല. ഇവിടെ 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കാം പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്, അതുപോലെ തന്നെ നല്ല തിരക്കും. എൻട്രൻസ് ടിക്കറ്റ് 10 രൂപയാണ് മുതിർന്നവർക്ക്, 5 രൂപ കുട്ടികൾക്ക്. പക്ഷേ കൊള്ളാം അതൊന്നുമല്ല, 100 രൂപ കൊടുക്കണം ഒരു ചെറിയ ഗോപ്രോ ക്യാമറ പോലും അകത്ത് കൊണ്ടുപോകണമെങ്കിൽ. അല്പം കത്തിയാണ് കേട്ടോ. വാഗമണ്ണിൽ വീഡിയോ പിടിക്കണമെങ്കിൽ എല്ലായിടത്തും കൊടുക്കണം 100 രൂപ വീതം. ടീ ലേക്ക് ബോട്ടിംഗ് പോയിടത്തും അതായിരുന്നു ചാർജ്. ഓക്കെ, എന്തായാലും മൊബൈലിൽ വീഡിയോ പിടിക്കുന്നത് ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ പൈൻ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ പ്രകാശം അല്പം കുറഞ്ഞതായിട്ട് തോന്നുന്നു. പക്ഷേ തണുപ്പ് അല്പം കൂടിയിട്ടുണ്ട്. പണ്ട് വന്നപ്പോൾ ഇവിടെ നടപ്പാതയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നടപ്പാതയെല്ലാം കെട്ടിയിരിക്കുന്നു. ഈ പൈൻ മരങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിച്ചത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു 60-70 വർഷങ്ങളുടെ പഴക്കം ഉണ്ട് എന്ന് തോന്നുന്നു ഈ മരങ്ങൾക്ക്. ആര് വെച്ച് പിടിപ്പിച്ചതായാലും ശരി, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഇവിടെ. അത്ര മനോഹരമാണ്. സൂര്യപ്രകാശം അരിച്ചരിച്ച് ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നത്, അതൊക്കെ വീഡിയോയിലേക്ക് പകർത്തുന്നതെല്ലാം ഒരു രസം തന്നെയാണ്. സാധാരണ പൈൻ ട്രീസ് നമ്മുടെ നാട്ടിൽ അധികം കാണാറില്ല. നോർത്ത് അമേരിക്ക, ചൈന, യൂറോപ്പ്, റഷ്യ അതൊക്കെയാണ് ഈ വൃക്ഷം കൂടുതലും കാണപ്പെടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയിൽ ഹിമാലയ പ്രദേശങ്ങളിലാണ് പൈൻ മരങ്ങൾ കൂടുതലും കാണപ്പെടുന്നത്. പൊതുവേ തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണ് ഇവ കൂടുതലും കാണപ്പെടുന്നത്. കൊടൈക്കനാലിൽ ഇതുപോലൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്, പക്ഷേ അവിടെ കുറച്ചുകൂടി ഏരിയ ഉണ്ട്. ഇത് എന്തൊക്കെയാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ഒരു ബൈ പറയേണ്ട സമയമായി. ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. പൈൻ വാലിയിൽ നിന്ന് മൊട്ടക്കുന്ന് കാണാൻ ഇറങ്ങിയപ്പോഴാണ് റോഡ് ഫുള്ള് ബ്ലോക്കും നല്ല തിരക്കും. അപ്പോഴാണ് ഈ ഫ്ലോറികൾച്ചർ പാർക്കിൽ കൂടി കയറി പോകുക എന്ന ഐഡിയ പെട്ടെന്ന് വന്നത്. അപ്പോഴേക്കും തിരക്കും മാറും, അല്പം പൂക്കളും കാണാം, അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് എയർ ശ്വസിക്കുകയും ചെയ്യാം. കൂടാതെ അകത്തൊരു പാർക്കുണ്ട്, അവിടെ കുട്ടികൾക്ക് അല്പം കളിക്കുകയാവാം. അതെല്ലാം കഴിഞ്ഞ് അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉള്ളതിൽ നിന്ന് ചായയും കടിയെല്ലാം കഴിച്ച് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ പൂക്കളൊന്നും അധികമില്ല, കുറച്ച് പൂക്കളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും തിരക്കിൽ നിന്ന് അല്പം മാറി പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നടക്കാൻ പറ്റിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷം. കുട്ടികളൊന്നും കാണാനില്ല, എല്ലാം അവർ ഫ്രീ ആയി കിട്ടിയപ്പോഴത്തേക്ക് അവർ ഒരൊറ്റ ഓട്ടമാണ്. ബാക്കി എല്ലായിടത്ത് പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ച് സ്പേസൊക്കെ ഉണ്ട്, നടന്ന് കാണാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. മൊട്ടക്കുന്നിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അകത്ത് നടക്കാനും പിന്നെ ബോട്ടിങ്ങിനുമെല്ലാം ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു റിവർ അല്ല, എനിക്ക് തോന്നുന്നു ഒരു വാട്ടർ സോഴ്സാണ്. അതിനൊരു ബണ്ട് കെട്ടി നിർത്തിയിട്ടാണ് അവർ അതിനകത്തൊരു തടാകം സൃഷ്ടിച്ചിട്ടാണ് അവിടെ ബോട്ടിംഗ് നടത്തുന്നത്. ബോട്ടിങ്ങിനെല്ലാം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ നമ്മൾ നടന്ന് ഒരു പാർക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു ഓർക്കിഡേറിയം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നല്ല ഒരുപാട് പല ടൈപ്പിലുള്ള ഓർക്കിഡുകളാണ് ഇതിനകത്ത്. എല്ലാ വെറൈറ്റി നമ്മൾ നാട്ടിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഓർക്കിഡുകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞതോടുകൂടി ഈ ഇവിടുത്തെ തിരക്ക് പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടുത്തെ തിരക്കെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ നിന്നിട്ട് നേരെ വാഗമൺ മെഡോസ് കാണാനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാഗമണിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന മൊട്ടക്കുന്ന് കാണാനെത്തി. നല്ല തിരക്കായിരുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനെല്ലാം കുറച്ച് സ്ഥലമുണ്ട്, അതെല്ലാം ഫുള്ളായിരുന്നു. ഒരുവിധമാണ് ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തത്. ഇതിൻ്റെ എൻട്രൻസ് ചാർജ് 10 രൂപയാണ് ഒരാൾക്ക്, കുട്ടികൾക്ക് 5. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം എനിക്ക് വിഷമമാണ് തോന്നിയത്. ഒട്ടും പച്ചപ്പില്ല. ഡിസംബർ മാസമല്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു കളറിൽ കാണാനേ പറ്റുള്ളൂ. പക്ഷേ സൺസെറ്റ് ആകാറായതുകൊണ്ട് ആകാശത്തിൻ്റെ കളറും മുട്ടക്കുന്നിൻ്റെ കളറും എല്ലാം കൂടി നന്നായിട്ട് സിങ്ക് ആവുന്നുണ്ട്. നമ്മളെ വിൻഡോസിൻ്റെ വാൾപേപ്പറൊക്കെ ഇല്ലേ, അതേപോലത്തെ കുറേ നല്ല ഫോട്ടോസ് കാണാൻ പറ്റുന്നുണ്ട്. മഴ ഇടിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് വളരെ അപകടമാണ്. കാരണം പുൽമേടായതുകൊണ്ടും വേറെ പൊക്കത്തിലുള്ള മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിന്നലടിക്കുമ്പോൾ അത് ഡയറക്റ്റ് മനുഷ്യരിലേക്ക് തന്നെ വീഴും. ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇതിനകത്ത് കാണാം നമുക്ക്. സിപ്പ് ലൈന്, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, പിന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെയല്ല, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിക്നിക്ക് പോലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ അകത്ത് കൊണ്ടുവച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും ഇവിടെ വേസ്റ്റൊന്നും ഇട്ട് വൃത്തികേടാക്കാതെ എല്ലാം നിങ്ങൾ തന്നെ തിരികെ പോകുമ്പോഴത്തേക്ക് എല്ലാം വേസ്റ്റ് ഒരു കവറിൽ എന്തെങ്കിലും കെട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഇരുന്ന് കഴിക്കാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ നമ്മളെ ഷീറ്റോ ബെഡ്ഷീറ്റ് പോലത്തെ എന്തെങ്കിലുമോ കട്ടിയുള്ള ബെഡ്ഷീറ്റ് പോലെ എന്തെങ്കിലും കൊണ്ടുവരിക. അത് വിരിച്ചിട്ട് അതിനകത്തിരുന്ന് കഴിക്കുകയും ആ ഫുഡ് വേസ്റ്റ് വരുന്നതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൃത്തികേടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന, ഒരുപാട് ഫോറിനേഴ്സ് ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടെ കടമയാണ്. ഓക്കെ, ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം വൈൻഡപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഈ തിരക്ക് ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല ആകാശമെല്ലാം നല്ല കളർഫുള്ളായി മാറിയിരിക്കുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്നുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മൾ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നപ്പോഴേക്കും ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ട്രാഫിക്കിൽ കുരുങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുവിധം ഓടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ഇന്നത്തെ പാസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ളത്. അത് കാരണം നമ്മൾ ആകെ നിരാശരായി. പിന്നെ എന്ത് ചെയ്യാനാണ്, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇനിയൊരു പ്രാവശ്യം വരാം എന്ന് വിചാരിച്ച് നമ്മൾ തിരികെ പോവുകയാണ്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുട്ടികളും മുതിർന്നവർക്കും എല്ലാം പറ്റിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് വിശ്രമിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പറ്റാത്തത് വളരെയധികം ഒരു സങ്കടകരമായി പോയി. പക്ഷേ എന്ത് ചെയ്യാനാണ്, വളരെ വലിയ ക്യൂവും അതുപോലെ ട്രാഫിക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല. വാഗമൺ പുള്ളിക്കാനം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ഹാവൻ എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് താമസിക്കാൻ വേണ്ടി. ഏതാണ്ട് വാഗമൺ ജംഗ്ഷനിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ടീ എസ്റ്റേറ്റിന് നടുക്കുള്ളൊരു റിസോർട്ട്. ഇങ്ങോട്ട് വരാനുള്ള റോഡ് കുറച്ച് ഇറക്കവും കയറ്റമൊക്കെ ചേർന്നതാണ്, എന്നാലും കുഴപ്പമില്ല. കാര്യം വാഗമണിലെ എല്ലാ ഹോട്ടൽസും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് അവസാനം ഇവിടെ റൂം കിട്ടിയുള്ളൂ. എന്തായാലും ഫാമിലി ആയിട്ട് നമ്മളെ എടുത്തത് തന്നെ 2 ബെഡ്റൂമുള്ള ഒരു കിച്ചനും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഹാളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള റൂമാണ്. എന്തായാലും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വേറെ മുറ്റത്ത് കുറച്ച് ഊഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു സ്ഥലം. ഇന്ന് നമുക്ക് യാത്ര തിരിക്കേണ്ടതാണ്. അപ്പോൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇവിടെ രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വളരെ നല്ല സ്ഥലം കേട്ടോ, വളരെ നല്ല സ്ഥലം, നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു ഫ്രഷ് എയറൊക്കെ ശ്വസിച്ചിട്ട് നമ്മൾ വീണ്ടും നാട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.